നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ 24 മണിക്കൂർ ബാക്കി പൂർണ്ണമായിട്ടും ഇല്ലാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം ദേശരക്ഷാ സംഗമം എന്നുള്ള പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ട ആവശ്യം ഉയർന്നു വരാറില്ല. പക്ഷെ നിലമ്പൂരിലെ പ്രത്യേക സാഹചര്യം, ആ സാഹചര്യമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഈ തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിർബന്ധിതരാക്കിയത്. ബഹുമാന്യനായിട്ടുള്ള ശ്രീ മേജർ രവി നമ്മുടെ ഇടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ തരത്തിലുള്ള ഒരു ദേശരക്ഷാ സംഗമം സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ ഓരോ 5 വർഷവും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. പക്ഷെ ആ തെരഞ്ഞെടുപ്പുകൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ മത്സരം എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി ആരാണ് ഏറ്റവും കൂടുതൽ ക്ഷേമപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, ജനങ്ങളുടെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യവശാൽ ജനങ്ങളുടെ ക്ഷേമം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഈ രാജ്യത്തിന്റെ ദേശീയതയെയും അംഗീകരിക്കാത്ത, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെയും ദേശീയതയെയും ചോദ്യം ചെയ്യുന്ന ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണമുന്നണി, കേരളത്തിൽ ഭരണം നടത്തുന്ന മുന്നണിയും പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണിയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വത്തിലുള്ള മുന്നണി, ആ 2 മുന്നണികളും ഈ നാടിന്റെ സുരക്ഷയെപ്പോലും അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് ഈ നാട്ടിലെ ജനങ്ങളെ തെരഞ്ഞെടുപ്പുകളേക്കാൾ പ്രാധാന്യമുള്ളതാണ് നാടിന്റെ സുരക്ഷ എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ പാകിസ്ഥാനിനകത്തേക്ക് ചെന്ന് ഭീകരവാദികളുടെ താവളങ്ങൾ ആക്രമിച്ച് തകർക്കുന്ന നടപടി, ആ നടപടിക്ക് ശേഷം ഇന്ത്യൻ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ 59 പാർലമെന്റ് അംഗങ്ങളും അതോടൊപ്പം നയതന്ത്ര വിദഗ്ധന്മാരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ 33 രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള തീരുമാനമെടുത്തപ്പോ അതിൽ 7 സംഘങ്ങളിൽ 3 സംഘങ്ങളുടെ നേതൃത്വം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരായിരുന്നു. ശ്രീമാൻ ശശി തരൂർ, ശ്രീമതി സുപ്രിയ സുലെ, ശ്രീമതി കനിമൊഴി, ഇവരൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയെയോ ദേശീയ ജനാധിപത്യ സഖ്യത്തെയോ പിന്തുണയ്ക്കുന്ന ആളുകളല്ല. ഇവരെല്ലാവരും ഭരണകക്ഷിയെ പാർലമെന്റിനകത്തും പുറത്തും നിശിതമായിട്ട് വിമർശിക്കുന്ന ആളുകളാണ്. പക്ഷെ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നാടിന്റെ താൽപര്യങ്ങൾ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ അടക്കമുള്ള 7 സംഘങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി. അവരോട് പലരോടും ചോദിച്ചു, നിങ്ങൾ ഈ തരത്തിലുള്ള ഒരു സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന്റെ പശ്ചാത്തലം,
രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് നാടിന്റെ സുരക്ഷ, ആ നാടിന്റെ സുരക്ഷയ്ക്ക് പരമപ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആ തരത്തിൽ ഒരു പാർലമെന്ററി സംഘത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയത് എന്നവർ ചൂണ്ടിക്കാണിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അത് അതിന്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പുകൾക്ക് അപ്പുറത്ത് ഈ നാട് നിലനിൽക്കണം, ഈ രാജ്യത്തിന്റെ ഐക്യം നിലനിൽക്കണം, ഈ രാജ്യത്തെ, ഈ നാട്ടിലെ സാമുദായികമായിട്ടുള്ള സൗഹാർദ്ദം നിലനിൽക്കണം. അതിനെയൊക്കെ തകർക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പുകളുടെ പ്രചരണം മാറുമ്പോൾ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾക്ക് ഈ നാടിനോടുള്ള കൂറ്, ഈ നാടിനോടുള്ള സ്നേഹം, ഈ ദേശത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള ബാധ്യത, അതിന്റെ ചുമതല, ആ കർത്തവ്യം പരമപ്രധാനമായിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ തീരുമാനമെടുക്കേണ്ടി വന്നത്. കാരണം ഇവിടെ ഇന്ത്യ സഖ്യത്തിൽപ്പെടുന്ന രണ്ട് മുന്നണികൾ, അവർ തമ്മിൽ നടക്കുന്ന മത്സരം സാധാരണക്കാരായിട്ടുള്ള സമാധാനം പ്രിയരായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ നേടാനല്ല, പകരം മതതീവ്രവാദികളുടെ, മതഭീകരതയെ, മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്ന, അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ശക്തികൾ, ആ ശക്തികളുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും പിന്തുണ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന, ആ സംഘടന ഇന്ത്യയുടെ ദേശീയതയെ അംഗീകരിക്കുന്നവരല്ല എന്ന് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, അത് ഈ രാജ്യം ഭരിച്ചിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടെ അർത്ഥശങ്കയില്ലാതെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ കേരളം ഭരിച്ച UDF സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, ശ്രീമാൻ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് 2014 ജനുവരി 18-ന് UDF സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള രമേശ് ചെന്നിത്തല അടക്കം അത് പറഞ്ഞതപ്പടി വിഴുങ്ങുന്ന ഒരു സാഹചര്യം. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് രമേശ് ചെന്നിത്തല ഇവിടെ പറഞ്ഞു എന്നാണ്, ഞങ്ങൾ അവരുടെ ഭൂതകാലമോ ഭാവിയോ വർത്തമാനമോ ഒന്നും പരിശോധിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അതിനർത്ഥം എന്താ? രമേശ് ചെന്നിത്തല തന്റെ സ്വന്തം നിലപാടുകളെ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിനു മുൻപുള്ള രണ്ട് കോൺഗ്രസ് സർക്കാരുകൾ, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും നരസിംഹറാവു നേതൃത്വത്തിലുള്ള സർക്കാരും, ആ രണ്ട് സർക്കാരും ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച സർക്കാരുകളാണ്. അപ്പൊ രമേശ് ചെന്നിത്തല തള്ളിപ്പറയുന്നത് കോൺഗ്രസിന്റെ ചരിത്രമാണോ? രമേശ് ചെന്നിത്തലയും VD സതീശനും തള്ളിപ്പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെയും നരസിംഹറാവുവിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ എടുത്ത സമീപനങ്ങളാണോ? അതോ കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസിന്റെ നിലപാടുകൾ മുഴുവൻ തെറ്റായിരുന്നു എന്നാണോ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇന്നും നിരോധിത സംഘടനയായിട്ട് നിലനിൽക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് ആഗോള ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലാണ്. അതിനു വേണ്ടിയിട്ട് അക്രമത്തിലൂടെയാണെങ്കിൽ പോലും എതിരാളികളെ മുഴുവൻ തന്നെ ഉന്മൂലനം ചെയ്തിട്ടാണെങ്കിലും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ള നിലപാടെടുത്തിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡ്, അത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഈജിപ്തിലടക്കം നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടന, നിരവധി രാഷ്ട്രത്തലവന്മാരുടെ ഹത്യയ്ക്ക് കാരണമായിട്ടുള്ള സംഘടന, ആ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ നാടിന്റെ ഐക്യവും അഖണ്ഡതയുമല്ല ഞങ്ങൾക്ക് പ്രധാനം, പകരം
കേരളത്തിന്റെ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 8 മാസം ബാക്കിയിരിക്കെ ആ 8 മാസക്കാലത്തേക്കൊരു നിയമസഭാംഗത്തെ ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുന്നവരുടെ ഈ നാടിനോടുള്ള കൂറാണോ അവർക്ക് പ്രധാനം, അതോ അധികാരത്തിന്റെ അപ്പക്കഷണങ്ങളാണോ എന്നുള്ള ചോദ്യം, ഈ ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ, ഈ നാടിനോട് കൂറുള്ളവരുടെ മനസ്സിൽ വരുന്നത്. ഒരുപക്ഷെ നിലമ്പൂരിലെ മുസ്ലിം ജനസാമാന്യത്തെ ഇതുപോലെയുള്ള ചെപ്പടി വിദ്യകളിലൂടെ സ്വന്തം പിന്തുണയിലേക്ക്, സ്വന്തം കൊടിക്കീഴിലേക്ക് കൊണ്ടുവരാമെന്നുള്ള തെറ്റിദ്ധാരണയിലായിരിക്കും. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ മുഴുവൻ അവരെല്ലാവരും തന്നെ ആഗോള ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, ആഗോള ഇസ്ലാമിക സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ അഖണ്ഡതയെ തള്ളിപ്പറയുന്നവരാണ് എന്ന് ഞങ്ങൾ ഒരിക്കൽ കരുതുന്നില്ല. പക്ഷേ അങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൽപ്പെടുന്ന മുഴുവൻ ആളുകളും എന്ന് തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ഉതകുന്ന തരത്തിൽ ഉള്ള സമീപനം, ആ സമീപനമാണ് കോൺഗ്രസും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാർ, നേതൃത്വത്തിലുള്ള മുന്നണി സമീപനം എടുത്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോലും തയ്യാറാകാതെ, ഇതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ പോലും തയ്യാറാകാതെ, ഇതിന്റെ കാരണം പറയാൻ പോലും തയ്യാറാകാതെ കോൺഗ്രസിന്റെ ദേശീയ നേതാവെന്ന് പറയുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാര് 2 പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഒരാള് മലയാളി, വേറൊരാള് ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആൾ. അവർ 2 പേരും എന്താ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? കോൺഗ്രസിന്റെ ദേശീയ നയത്തിന് അനുസൃതമാണോ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കേരള ഘടകം എടുത്തിട്ടുള്ള നിലപാട്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും പരസ്യമായിട്ട് പ്രഖ്യാപിക്കട്ടെ, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മയില്ല. ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ ദേശസ്നേഹികളുടെ സംഘടനയായിട്ടാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത് ഞങ്ങളുടെ പ്രധാനമന്ത്രിമാര്, ഞങ്ങളുടെ മുൻ നേതാക്കന്മാര് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത് തെറ്റായിട്ടുള്ള നടപടിയായിരുന്നു എന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയെ ഒരു വശത്ത് ഈ രീതിയിൽ ഒരുമിച്ച് ചേർക്കാൻ ശ്രമിക്കുമ്പോൾ, കൂടെ ചേർക്കാൻ ശ്രമിക്കുമ്പോൾ, അതിന് മറുവശത്ത് നടക്കുന്ന ശ്രമം നമുക്കറിയാം. PDP പീഡിതരുടെ പാർട്ടിയാണെന്നാണ് നമ്മുടെ സഖാവ് ഗോവിന്ദൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. PDPയെ ഇടതുപക്ഷത്തിന്റെ കൂടെ കൂട്ടിക്കൊണ്ട് മർദ്ദിതരുടെയും പീഡിതരുടെയും അധ്വാനിക്കുന്നവന്റെയും ഒക്കെ പാർട്ടിയാണെന്ന് അവകാശപ്പെട്ടിരുന്ന ആളുകള്, ആ ആളുകള് PDPയെ കൂടെ കൂട്ടുമ്പോ ഏറ്റവും ചുരുങ്ങിയത് EK നായനാർ എന്ന് പറയുന്ന CPMന്റെ മുഖ്യമന്ത്രി അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് സർക്കാരിന് കൈമാറിയത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലല്ല എന്നെങ്കിലും ഈ സഖാവ് ഗോവിന്ദൻ ഓർമ്മിക്കണമായിരുന്നു. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകമുണ്ടല്ലോ, നമ്മുടെ PJ രാജൻ, PJ ആർമിയുടെ നേതാവ്, PJ രാജൻ ഇറക്കിയ പുസ്തകത്തില് കേരള മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്താ? ബാബറി മസ്ജിദ് സംഭവത്തിന് ശേഷം മദനിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തീവ്രവാദ ചിന്ത പടർത്തുന്ന പ്രസംഗങ്ങൾ ഇസ്ലാമിക് സ്വയം സേവക് സംഘിലൂടെ മുസ്ലിം യുവാക്കൾക്ക് ആയുധ ശേഖരവും ആയുധ പരിശീലനവും നൽകിയ നടപടികൾ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷത്തെ, കേരളത്തിലെ മതസൗഹാർദ്ദത്തെ, കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തെ, ആ അന്തരീക്ഷത്തെ തകർക്കുന്നതിൽ എന്ത് പങ്കുവഹിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ PJ രാജൻ ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ? അപ്പൊ ആ PDP, നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ നേതാവ് എഴുതിയിരിക്കുന്ന
നിലപാട്, ആ നിലപാടിനോട് നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിൽ ഒന്നുകിൽ ആ എഴുതിയ ആളോട് പറയണം, നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ സമീപനത്തോട് യോജിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ തുടരാനുള്ള അർഹതയില്ല. മാത്രമല്ല, ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഇവിടെ അദ്ദേഹം പഞ്ചായത്ത് തോറും നടന്ന് പ്രസംഗിക്കുക. അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് സയണിസത്തിന്റെ ഇരട്ടകളാണ് RSS. എനിക്കറിയില്ല അദ്ദേഹത്തിന് ആരാണ് ഈ RSSനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി ക്ലാസ്, അവരുടെ പാർട്ടി സ്റ്റഡി ക്ലാസ് എടുത്തു കൊടുത്തത്. എന്താണ് RSS എന്ന്, എന്താണ് സയണിസം എന്ന് ഒരു ധാരണയും ചരിത്രബോധവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഒരു ശ്രമം നടത്തി. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും പലസ്തീനും, ഈ രണ്ട് രാജ്യങ്ങളും സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം ഉണ്ടാകണം, സമാധാനപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ രണ്ട് രാഷ്ട്രവും നിലനിൽക്കാനുള്ള അർഹതയുണ്ടാകണം എന്നുള്ള നിലപാട് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായ കാലത്ത് ശേഷം എടുത്ത നിലപാടല്ല. 1950 തന്നെ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അന്ന് ഭരിച്ചത് നരേന്ദ്രമോദിയല്ല, അന്ന് ഭരിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. 1992 പൂർണ്ണ നയതന്ത്ര ബന്ധം, ആ പൂർണ്ണ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായിട്ട് സ്ഥാപിച്ചത് നരേന്ദ്രമോദിയോ BJPയോ NDAയോ അല്ല. ഇനി പിണറായി വിജയന് അതിനോട് വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിൽ 2004 നിങ്ങൾ കൂടി പിന്തുണച്ചിട്ടല്ലേ കേന്ദ്രത്തിൽ UPAയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടായിരുന്നത്, മൻമോഹൻ സിംഗിന്റെ സർക്കാർ. ആ കാലത്ത് എന്തുകൊണ്ട് ഇസ്രായേലിനോടുള്ള നിലപാട്, ആ നിലപാട് തിരുത്തണം, ഇസ്രായേലിനുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം, ആ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കണം എന്ന് പിണറായി വിജയൻ എന്തുകൊണ്ട് പിണറായി വിജയന്റെ പാർട്ടി എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? അപ്പൊ നിലമ്പൂര് വന്ന് ഞങ്ങൾ ഇറാന്റെ കൂടിയാണ്, ഇസ്രായേലിനെതിരാണ്, ഇസ്രായേൽ തെമ്മാടികളാണ്, റൌഡികളാണ്. ഇതെന്താ തെരുവ് ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണോ? അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന യുദ്ധങ്ങൾ തെരുവ് ഗുണ്ടകളുടെ ഭാഷ. ശ്രീമാൻ പിണറായി വിജയനെ തലശ്ശേരിയിൽ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക കേസിൽ പ്രതിയായ കാലം തൊട്ടുള്ള ചരിത്രം, ആ ചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും മോചനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും തലശ്ശേരിയിലെ തെരുവുകളിൽ RSSകാരെ കൊന്നൊടുക്കിയ CPMന്റെ തെരുവ് ഗുണ്ടകളുടെ ഭാഷയിൽ ഒരു രാജ്യത്തെ റൌഡി, ഒരു രാജ്യത്തെ തെമ്മാടി എന്നൊക്കെ വിളിക്കുന്നത് കയ്യടി കിട്ടാൻ കൊള്ളാം, പക്ഷെ ഒരു ഭരണാധികാരിക്ക് ചേർന്ന ഭാഷയല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട്, പലസ്തീൻ വിഷയത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 കഴിഞ്ഞ വർഷം വരെ വിദേശകാര്യ വകുപ്പിലെ സഹമന്ത്രി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര വേദികളിൽ പലസ്തീന്റെ കുറിച്ചുള്ള നിലപാടടക്കം വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലസ്തീന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യ എല്ലാവിധത്തിലുള്ള സഹായവും 1950 മുതൽ ഇങ്ങോട്ടുള്ള സ്ഥിരമായിട്ടുള്ള നിലപാട്, ആ നിലപാടാണ് ഇന്ത്യ ഇന്നും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ നടക്കുന്ന സംഘർഷം, ആ സംഘർഷം അവസാനിക്കണം എന്നുള്ള നിലപാടാണ് ഇന്ത്യക്കുള്ളത്. അവിടെയുണ്ടായിട്ടുള്ള കെടുതികൾ, ആ കെടുതികൾക്ക് വിരാമം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇന്ത്യ പലസ്തീന് വേണ്ടിയിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഫണ്ടിലേക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും $5 ബില്യൺ ആണ് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 45 കോടി രൂപ ഓരോ വർഷവും ഇന്ത്യ സംഭാവന ചെയ്യുകയാണ്. 70 മെട്രിക് ടൺ മരുന്നുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ, ദുരിതാശ്വാസ മേഖലയിലുള്ള വസ്തുക്കൾ
വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ നൽകിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രമേയങ്ങളിൽ ആ പ്രമേയങ്ങളിലൊക്കെ പലസ്തീനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇന്ത്യ വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് പലസ്തീൻ അനുകൂലമായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ കണ്ടു, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നിലമ്പൂര് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇന്ത്യ വിട്ടുനിന്നതിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം, നിലമ്പൂരുകാര് UN പ്രമേയത്തെ മുഴുവൻ വായിക്കില്ല എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത്. ഇന്ത്യയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ പലസ്തീനൊപ്പമാണ്. അവിടെ വെടിനിർത്തലിന് അനുകൂലമാണ്. വെടിനിർത്തൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യം. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ വേറെ പല കാര്യങ്ങളും തിരികെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്ക് മാറി നിൽക്കേണ്ടി വരും. ആ തിരികെ കയറ്റുന്ന കാര്യങ്ങളോട് ഇന്ത്യക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ ഇന്നലത്തേതുൾപ്പെടെ 14 തവണയാണ് ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീൻ വിഷയത്തിലുള്ള പ്രമേയങ്ങൾ ഉണ്ടായത്. ആ 14 തവണ പ്രമേയങ്ങൾ ഉണ്ടായതിൽ 10 തവണ ഇന്ത്യ പലസ്തീൻ അനുകൂലമായിട്ട് നിലപാടെടുത്തു. 4 തവണ ഇന്ത്യ വിട്ടുനിന്ന സാഹചര്യം പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയത്തിന്റെ കൂടെ മറ്റു വിഷയങ്ങൾ ഉൾപ്പെട്ടപ്പോൾ ആ വിഷയങ്ങളോടുള്ള വിയോജിപ്പിന്റെ സൂചിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഇന്ത്യ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. അപ്പോഴും ഇന്ത്യ അതിനെതിരായിട്ട് വോട്ട് ചെയ്തില്ല. അന്താരാഷ്ട്ര നയതന്ത്ര സാഹചര്യങ്ങൾ, അന്താരാഷ്ട്ര രാഷ്ട്രീയം, ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറിയാത്ത കാര്യമല്ല. സംശയമുണ്ടായിരുന്നെങ്കിൽ KC വേണുഗോപാലിന് ശശി തരൂരിനോട് ചോദിക്കാമായിരുന്നു. കോൺഗ്രസിന്റെ തന്നെ വിദേശകാര്യ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന മറ്റ് MP-മാരുണ്ട്, അവരോട് ചോദിക്കണമായിരുന്നു. പകരം നിലമ്പൂരിലെ 4 വോട്ടിന് വേണ്ടി ഇസ്രായേലിന് അനുകൂലമായിട്ട് ഇന്ത്യ നിലപാടെടുത്തു. ഇസ്രായേലിലെ ആക്രമണത്തിന്റെ ഫലമായിട്ട് ഗാസയിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനസമൂഹം, ആ ജനസമൂഹത്തിനെതിരായിട്ട് നിലപാടെടുത്തു എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നിലമ്പൂരിലെ ഒരു വലിയ ജനവിഭാഗം, ആ ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയും. അധികകാലം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. തൽക്കാലത്തേക്ക് കുറച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമായിരിക്കും. അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട്, ആ നിലപാട് വളരെ വ്യക്തമാണ്. ഇന്ന് 17-ാം തീയതിയാണ്. ഇടതുപക്ഷ പാർട്ടികളൊക്കെ കൂടി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയത് ഞാൻ കണ്ടു. ഇന്ന് പാലസ്തീൻ ഐക്യദാർഢ്യ ദിനമായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്താ കാരണം? പാലസ്തീൻ ഐക്യദാർഢ്യ ദിനം പ്രഖ്യാപിച്ചതുകൊണ്ട് പാലസ്തീനുകാർക്ക് ഗുണമില്ല. അതുകൊണ്ട് പാലസ്തീൻകാർക്കെതിരായിട്ട് ആക്രമണം നടത്തുന്ന ആളുകൾക്ക് ഒരു ദോഷവും വരാനില്ല. പക്ഷേ നിലമ്പൂരിൽ 4 വോട്ട് കിട്ടുമോ? ഒരു മുഖ്യമന്ത്രി ഈ തരത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന നടപടികൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കേരളത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഒരു നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ശ്രമം തീക്കളിയാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾക്ക്, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരം കൈയാളുന്ന ഒരാൾക്ക് ഉചിതമായിട്ടുള്ള നടപടിയല്ല ഇത്. പിന്നെ പിണറായി വിജയൻ ഒരുപക്ഷെ കണ്ടുപഠിച്ചിട്ടുണ്ടാവുക, പണ്ട് ഇറാഖ് യുദ്ധത്തിന്റെ തൊട്ടുപിറകെ കേരളത്തിൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ സദ്ദാം ഹുസൈൻ മരണപ്പെട്ടതിനെ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് കിട്ടാനുള്ള ആയുധമാക്കി മാറ്റിയ രാഷ്ട്രീയ തന്ത്രം, ആ രാഷ്ട്രീയ തന്ത്രം ഒരിക്കൽ കൂടി പയറ്റി നോക്കാം എന്നുള്ളതാണെങ്കിൽ പിണറായി വിജയനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ചരിത്രം ഒരിക്കലും ആവർത്തിക്കാറില്ല എന്നുള്ളതാണ്. ചരിത്രം ആവർത്തിക്കുമ്പോൾ അത് പ്രഹസനമായിട്ട് മാറും. ചരിത്രത്തിൽ ഒരിക്കലും ആവർത്തനങ്ങളില്ല.
ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ചാൽ അത് പ്രഹസനമായിട്ട് മാത്രമേ പര്യവസാനിക്കൂ എന്നുള്ളത് ശ്രീമാൻ പിണറായി വിജയൻ മനസ്സിലാക്കണം. അദ്ദേഹം ഇന്നലെയും മിനിയാന്നൊക്കെ ഇവിടെ വന്നപ്പോ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ധാരാളം ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി 9 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുക. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ആരും 9 വർഷക്കാലം തുടർച്ചയായിട്ട് ഭരിച്ചിട്ടുണ്ടാവില്ല. തുടർച്ചയായിട്ട് 9 വർഷക്കാലം തുടർച്ചയായിട്ട് ഭരിച്ച സർക്കാരുകൾ ഉണ്ടാവും. പക്ഷേ ഒരു മുഖ്യമന്ത്രി 9 വർഷക്കാലം ഭരിച്ചിട്ടുള്ള ചരിത്രം എന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഓർമ്മയിലിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ വരുമ്പോ അദ്ദേഹത്തിന്റെ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് വിശദീകരിക്കുമെന്നുള്ളതാണ്. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഏറ്റവും ഒടുവിൽ 3ാം തവണ ഭരണം ഏറ്റെടുത്തപ്പോ അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം 3 കോടി പുതിയ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് 3 കോടി ആളുകൾക്ക് വീട് വെക്കാനുള്ള സഹായം, അതിനു വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന, ആ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കുള്ള തീരുമാനമാണ് എടുത്തത്. ജൂൺ മാസം 10-ാം തീയതി 9-ാം തീയതി സർക്കാർ ഭരണമേറ്റെടുത്തു. ജൂൺ മാസം 10-ാം തീയതി ക്യാബിനറ്റിന്റെ ആദ്യ യോഗത്തിലെടുത്ത തീരുമാനം 3 കോടി ആളുകൾക്ക് പുതുതായിട്ട് വീടുകൾ വെക്കാനുള്ള തീരുമാനം. ആ തീരുമാനമാണ് എടുത്തത്. ആ വീടുകൾ കേരളത്തിലെ ജനങ്ങൾക്ക് അർഹരല്ലേ? ആ വീടുകൾക്ക് നിലമ്പൂരിലെ ജനങ്ങൾ അർഹരല്ലേ? നിലമ്പൂരിലെ ജനങ്ങൾക്ക് ആ വീടുകൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് എന്ത് നടപടിയെടുത്തു എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കും എന്ന് നമ്മൾ കരുതി. ഇവിടെ ഞാൻ ഇന്ന് രാത്രി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, പ്രചരണം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകണം. കാരണം അവിടെ കാസർഗോഡ് നിന്ന് യാത്ര തിരിച്ചിട്ടുള്ള ആശാവർക്കർമാരുടെ രാപ്പകൽ യാത്ര തിരുവനന്തപുരത്ത് എത്തുകയാണ് നാളെ. കഴക്കൂട്ടം മണ്ഡലത്തിൽ ആ യാത്രക്ക് നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കണം എന്ന് അവരാവശ്യപ്പെട്ടതുകൊണ്ട് ആശാവർക്കർമാർക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം എന്തുകൊണ്ട് പാലിക്കാൻ കഴിഞ്ഞില്ല? മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടതായിരുന്നില്ല. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് പ്രതിദിനം 750 രൂപ, ഞങ്ങൾ പ്രതിദിനം 750 രൂപ ഓണറേറിയം ആശാവർക്കർമാർക്ക് നൽകും. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല? നിങ്ങളുടെ പ്രകടന പത്രികയിൽ നടന്നിട്ടുള്ള കാര്യം. ഈ നാട്ടിലെ, ഈ നിലമ്പൂരിലെ ജനങ്ങൾ, ആ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ 9 കൊല്ലക്കാലത്തിനിടയിൽ ചെയ്തു. ഇപ്പൊ വീണ്ടും കോവിഡിന്റെ ഭീതി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കോവിഡിന്റെ കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ ആശാവർക്കർമാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവരെല്ലാവരും സമരവീഥിയിലാണ്. രാജ്യത്ത് 6 മരണങ്ങൾ ഇതുവരെ ഉണ്ടായതിൽ 3 കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. കോവിഡ് മരണങ്ങൾ ആശങ്കയുടെ സാഹചര്യമാണ്. പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കേണ്ട ആളുകൾ അവർ തെരുവിലാണ്. അവർക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് പൂർത്തിയാക്കിയില്ല? ക്ഷേമ പെൻഷന്റെ കാര്യം, 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ആളുകൾ 1600 രൂപ പോലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലെത്തി. ഇപ്പൊ 2 കൂട്ടരും കൂടി ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത് ഞങ്ങളാണെന്നാണ് കോൺഗ്രസുകാരും ലീഗുകാരും പറയുന്നത്. മറ്റവര് ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതിന്റെ കാരണം, ക്ഷേമ പെൻഷന്റെ ചരിത്രമല്ല ജനങ്ങൾക്ക് വേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടത് ക്ഷേമ പെൻഷനാണ്. നിലമ്പൂരിൽ നിന്ന് ആയിരക്കണക്കിന് ചെറുപ്പക്കാര് തൊഴിലന്വേഷിച്ച് ഇപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ഖത്തറിൽ പോയപ്പോ അവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാര് എന്നെ കാണാൻ വന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ വലിയ ടെൻഷനിലാണ്. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ഞങ്ങളുടെ മക്കളെ പ്രാഥമിക വിദ്യാഭ്യാസം SSLC 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് അയക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആശങ്കയിലാണ്. 2 പേടിയാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ചോദിച്ചു, എന്താ പേടി? 1 തെരുവ് നായ ശല്യം, 2 ലഹരി. കേരളത്തിലേക്ക് പഠിക്കാൻ പോയാലുള്ള സാഹചര്യം, ഈ സാഹചര്യം ഞങ്ങൾ ഭയക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ പഠിക്കാൻ പറഞ്ഞയക്കുന്നതിന് പകരം 10-25 ലക്ഷം അധികം ചെലവാക്കിയാലും ഈ നാട്ടിൽ പഠിച്ചോട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു. എന്താ കേരളത്തിൽ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായിട്ട് നിൽക്കുന്നത്?
പീരിയോഡിക് ലേബർ സർവേ പറയുന്നത് 29.9% കേരളത്തിലെ തൊഴിലില്ലായ്മ. ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനം ആ സംസ്ഥാനമാണ് കേരളം. സ്ത്രീകളുടെ തൊഴിലില്ലായ്മ 47%. എന്താ ഇതിന് പരിഹാരം ഉണ്ടാകാത്തത്? UN ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളാണ് നിക്ഷേപ സൗഹൃദ പട്ടികയിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്നത്. മഹാരാഷ്ട്രയും കർണാടകയും ഗുജറാത്തും ഡൽഹിയും തമിഴ്നാടും. പക്ഷെ നമ്മുടെ രാജീവ് മന്ത്രി പറയുന്നത് നിക്ഷേപകരൊക്കെ കേരളത്തിലേക്ക് വരികയാണ്. പെട്ടിക്കടയടക്കം അദ്ദേഹം നിക്ഷേപത്തിന്റെ കണക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾക്ക് വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുക. ഇപ്പോ ഇന്നലെ ഞാൻ പത്രത്തിൽ കണ്ടു 22 കോടി രൂപ ചെലവാക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ മന്ത്രിമാര് ലോകത്തിലെ പല രാജ്യങ്ങളിൽ പോയിട്ട് നിക്ഷേപം ക്ഷണിച്ചുകൊണ്ടുവരാൻ. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കൊച്ചിയിൽ നടന്നത്. അതിനും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ലോക കേരള സഭ നടന്നത് തിരുവനന്തപുരത്ത്. ലോക കേരള സഭ ഇത്തവണ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ തവണത്തെ ലോക കേരള സഭ ശുപാർശ ചെയ്തത് 146 ശുപാർശകളിൽ ഒരെണ്ണം പോലും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ എന്തെങ്കിലും തൊഴിൽ കൊടുക്കുന്ന കിറ്റക്സിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ അടക്കം ഓടിപ്പോവുകയാണ്. തെലങ്കാനയിൽ 30,000 ആളുകൾക്കാണ് കിറ്റക്സ് പണി കൊടുക്കുന്നത്. ആ ബാക്കിയുള്ള കിറ്റക്സ് പോലും അടച്ചുപൂട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. കിറ്റക്സിന്റെ MD കഴിഞ്ഞ ദിവസം പറഞ്ഞത് തൊഴിൽ ജീവനക്കാരുടെ കുടിവെള്ളം പോലും CPM മുട്ടിക്കുന്നു എന്നാണ്. ഇതൊക്കെയല്ലേ മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത്? ഇതൊക്കെ പറയുന്നതിന് പകരം മുഖ്യമന്ത്രി ഇവിടെ വന്ന് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. ഈ നാട് തേക്കിന്റെ നാടാണ്. ഈ തേക്കിന്റെ നാട്ടിൽ 2 മുന്നണികളും മാറി മാറി ഭരിച്ച് ഈ തേക്കിന്റെ അടിസ്ഥാനത്തിലുള്ള എന്ത് അനുബന്ധ വ്യവസായം ഈ നിലമ്പൂരിൽ സൃഷ്ടിച്ചു. 1840കളിൽ ചന്തുമേനോന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പദ്ധതികൾക്കപ്പുറത്തേക്ക് ഈ സംസ്ഥാനം കഴിഞ്ഞ 75 കൊല്ലക്കാലം ഭരിച്ച ആളുകൾ അവരെന്ത് കാര്യം നിലമ്പൂരിലെ തേക്ക്, ആഗോള പ്രശസ്തമായിട്ടുള്ള തേക്ക്. നമ്മുടെ മുൻ MLA ബോർഡിലൊരു പടം വെച്ചിട്ടുണ്ട്. എന്താ തേക്ക് മ്യൂസിയം എന്നോ അങ്ങനെ എന്തോന്നും വായിച്ചു അല്ലേ? അദ്ദേഹത്തിന് ആകെ ബോർഡിൽ വെക്കാൻ ഒരു മ്യൂസിയത്തിന്റെ പടം വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സാഹചര്യം, സ്വന്തം നേട്ടങ്ങൾ പറയാൻ കഴിയാത്ത ആളുകൾ കഴിഞ്ഞ 9-10 കൊല്ലക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഇടതുപക്ഷ മുന്നണിക്ക് പറയാനില്ല. അതിനു മുൻപുള്ള ഏതാണ്ട് 67 മുതലുള്ള കാലഘട്ടം നോക്കിയാൽ കുഞ്ഞാലിയും TK ഹംസയും ഒഴിച്ചാൽ അങ്ങനെയുള്ളൊരു കഷ്ടിച്ച് 10 കൊല്ലം കഴിഞ്ഞ് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള പൂർണ്ണമായിട്ടുള്ള സമയം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് ലീഗ് മുന്നണി. ആ കോൺഗ്രസ് ലീഗ് മുന്നണി ഇവിടെ എന്ത് വികസനം കൊണ്ടുവന്നു എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ നാട്ടിലെ സാമുദായിക സൗഹാർദ്ദത്തെ, സാമുദായിക അന്തരീക്ഷത്തെ തകർത്തുകൊണ്ട്, സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട്, ഈ രാജ്യത്തെ അഖണ്ഡതയെ തകർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ഈ സമീപനത്തിനെതിരായിട്ട് ഈ നാട്ടിലെ ദേശസ്നേഹികൾ ഒരുമിച്ച് വരേണ്ട സാഹചര്യം ദേശീയ ജനാധിപത്യ സഖ്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്ന കാര്യം, ഈ നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടി, ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, ആ വികസനത്തിന് വേണ്ടിയിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജിനെ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യം വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമല്ല. പകരം ഈ നാട്ടിൽ വികസനത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ മോഹൻ ജോർജിനെ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി